നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരം സെൻറ്ററിൻ്റെ മുന്നിലാണ്. ദിസ് ഈസ് എ സെൻറ്റർ ഫോർ പെർമനൻറ്റ് ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പള്ളിച്ചിൽ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണിത്. ഇവിടെ കൃഷ്ണഭക്തിയും ഗീതാ പഠന ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണാം. ഇസ്കോൺ ലോകമെമ്പാടുമുള്ള ആളുകളെ കൃഷ്ണഭക്തിയിലേക്കും വേദാന്ത ചിന്തകളിലേക്കും നയിക്കുന്ന ഒരു ആഗോള ആത്മീയ പ്രസ്ഥാനമാണ്. 1966 AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ ന്യൂയോർക്ക് സിറ്റിയിൽ സ്ഥാപിച്ച ഇസ്കോൺ 50 വർഷത്തിൽ താഴെ മാത്രം ചരിത്രമുള്ളതായിട്ടും അതിവേഗ വളർച്ചയാണ് കൈവരിച്ചത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രസ്ഥാനം ദശലക്ഷക്കണക്കിന് അനുയായികളെ ആത്മീയതയുടെ ഒരേ നൂലിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ന് ഇസ്കോണിൽ 500-ലധികം പ്രധാന കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും ഗ്രാമീണ ആത്മീയ സമൂഹങ്ങളും പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ 100-ലേറെ സസ്യാഹാര റെസ്റ്റോറൻറ്റുകൾ, ആയിരക്കണക്കിന് നാമഹട്ടകൾ, വിവിധ കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകൾ, ഗ്രാമങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നിവയും ഇസ്കോണിൻ്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്നു. നമസ്കാരം. ഇസ്കോണിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് വിശദീകരിച്ച് പറയാമോ? ഇസ്കോൺ ഒരു അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഇസ്കോണിൻ്റെ പ്രവർത്തനങ്ങൾ പല വിധത്തിൽ ലോകം ഒട്ടുക്കും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ കലികാലത്തിൻ്റെ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുന്നതിനായിട്ട് പിന്നീട് സങ്കീർത്തന യജ്ഞം, ചൈതന്യ മഹാപ്രഭു സങ്കീർത്തന യജ്ഞം ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രം വന്ന് കൃഷ്ണ ബലരാമ ക്ഷേത്രമാണ്. കൃഷ്ണനും ബലരാമനും ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇവിടുത്തെ ഡേറ്റി വളരെ വിശേഷപ്പെട്ടതാണ്. ഇത് വൃന്ദാവനത്തിലെ ഭഗവാന്റെ ഇത്രയും വലിയ വിഗ്രഹം നമുക്ക് വൃന്ദാവനത്തിലെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഉണ്ട് ഭഗവാൻ. ഇവിടെ നമ്മളെ ഈ തിരുവനന്തപുരത്ത് ഈ പള്ളിച്ചെല്ലും ഇവിടെ ഭഗവാൻ ഇവിടെ ഉണ്ട്. ഇവിടെ ധാരാളം ആൾക്കാർ പല സ്ഥലത്തു നിന്നും ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ഇവിടെ വരുന്നുണ്ട്. വരുന്നവരെല്ലാം ഭക്തന്മാരുണ്ട്. പിന്നീട് എല്ലാ വിധത്തിലുള്ള നാനാവിധത്തിലുള്ള ആൾക്കാരും ഇവിടെ ക്ഷേത്രത്തിൽ വരികയും ദർശനം എടുക്കുകയും പോവുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും വരുന്നത് പിന്നീട് വൃന്ദാവനത്തിൻ്റെ മഹാരാഷ്ട്ര, UP ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എൻ്റെ ഒരു അനുഭവമാണ്. ഞാനിവിടെ കുറച്ച് കാലങ്ങളായി ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാനിത് കാണുന്നുണ്ട്. ഒരുപാട് ഇവിടെ നിന്ന് ഈ പരിസരത്തുള്ളവർ വരുന്നവരെക്കാട്ടിയും കൂടുതൽ ആൾക്കാർ മറ്റ് പുറത്ത് സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വരികയും പത്മനാഭ സ്വാമിയെ ദർശനം എടുക്കാനും ഇവിടെ ഇസ്കോൺ ക്ഷേത്രം സന്ദർശിക്കാനും ഒക്കെ ധാരാളം പേര് ഇവിടെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ വരുന്നവരിൽ ഭൂരിഭാഗം പേരും ഈ യുഗധർമ്മം എന്ന് പറയുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവരാണ് ഇവിടെ വരുന്നവർ. ഭൂരിഭാഗം പേരും നാമസങ്കീർത്തനം ചെയ്യുകയും നാമജപം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളും നാമം ജപിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവരും ആത്മീയതയോടൊപ്പം വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെയും ഒരുപോലെ സ്പർശിക്കുന്നതാണ് ഇസ്കോണിൻ്റെ പ്രത്യേകത. സാമൂഹിക ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ് ഇസ്കോൺ. വേദങ്ങളുടെ മൂല്യങ്ങളും കൃഷ്ണചിന്തയും സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ കേന്ദ്രത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. മനുഷ്യജീവിതത്തെ കൂടുതൽ അർത്ഥവത്തും ഫലപ്രദവുമാക്കാൻ ആത്മീയ അറിവും ധാർമ്മിക ബോധവും ആവശ്യമാണെന്ന സന്ദേശമാണ് ഇസ്കോൺ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനാൽ തന്നെ ഇതൊരു ആരാധനാലയം മാത്രമല്ല, ആത്മീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു കേന്ദ്രം കൂടിയാണ്. ശാശ്വത സന്തോഷത്തിനായുള്ള ഒരു കേന്ദ്രം എന്ന നിലയിൽ ഇസ്കോൺ മനസ്സിന് ശാന്തിയും ആത്മാവിന് തൃപ്തിയും നൽകുന്ന അന്തരീക്ഷമാണ് ഒരുക്കുന്നത്. ഹരേ കൃഷ്ണ. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദർ സ്ഥാപിച്ച ഇസ്കോൺ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്. ഈ ക്ഷേത്രം കേരളത്തിലെ പ്രഥമ ക്ഷേത്രമാണ്. ഇവിടുത്തെ ആചാരങ്ങളെന്ന് പറയുന്നത് ഒരു ദിവസം 7 പൂജകളാണ് ഇവിടെ ഉള്ളത്. രാവിലെ 4:30 തുടങ്ങുന്ന പൂജ വൈകുന്നേരത്ത് 8 മണിയോടുകൂടി അവസാനിക്കുന്നതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ 7 പൂജകളുണ്ട്. 7 പൂജയിലും 7 പ്രസാദം ഭഗവാൻ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ കേരളത്തിലെ പ്രഥമ ക്ഷേത്രമായ ഇവിടെ
ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ടുള്ള അനേകം ഭക്തർ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അവർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വളരെ സന്തോഷപരമായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടുത്തെ പ്രസാദത്തിൻ്റെ മഹിമ ഏതാണ്. എല്ലാ ഭക്തരും വന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എവിടെയും കഴിക്കാത്തൊരു ടേസ്റ്റ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ കിച്ചൺ സേവയാണ് എനിക്കുള്ളത്, പ്രസാദ സേവയാണ് എൻ്റെ മെയിൻ. ഞാനൊരു 20 കൊല്ലം ദുബായിലും ഒരു 5 കൊല്ലം ഖത്തറിലുമായിട്ട് 25 കൊല്ലം വെളിയിൽ ജോലി ചെയ്തായിരുന്നു. മെഷീനിസ്റ്റായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഈ ബോധം, കൃഷ്ണാവബോധം കിട്ടിയത്. അതിനുശേഷം ഞാൻ പിന്നെ ഇവിടുന്ന് ഇതിൽ നിന്ന് പിന്നെ വ്യതിചലിച്ചിട്ടേ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം മറ്റൊരാളത്ത് പറയാൻ പറ്റാത്ത ഒരു തരത്തിലാണ് എൻ്റെ അനുഭവങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ കൃഷ്ണാവബോധ സമിതിയിൽ ഭഗവാനെ ആശ്രയിച്ച് ഞാനിവിടെ കഴിയുന്നത്. എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, ഭാര്യയും 2 പെൺകുട്ടികളുമാണ്. അവർ കൊല്ലത്താണ് താമസിക്കുന്നത്. പക്ഷേ എന്നാലും അവരെ ഒഴിവാക്കിയല്ല. പക്ഷെ അവരെ അവിടെ കഴിഞ്ഞ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമുക്ക് വീട്ടിൽ കിട്ടാത്ത ഒരനുഭവം നമുക്കിവിടെ കിട്ടും, ഒരു സമാധാനം നമുക്കിവിടെ ഈ ക്ഷേത്രത്തിൽ കിട്ടുന്നുണ്ട്. മിക്കവാറും എല്ലാ മാസങ്ങളിലും 100 കണക്കിന് ഭക്തർ ഇവിടെ വരാറുണ്ട്. എല്ലാവർക്കും അവരുടേതായ അഭിരുചിക്ക് അനുസരിച്ച് നമ്മൾ പ്രസാദം കൊടുക്കാറുണ്ട്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അവരെന്ത് പറയുന്നു അതേ പ്രസാദം നമ്മൾ അവരുടെ ഇഷ്ടത്തിന്, അവരുടെ തൃപ്തിക്കനുസരിച്ച് നമ്മളിവിടെ ചെയ്തു കൊടുക്കാറുണ്ട് പ്രസാദം. ആ ഒരു പേര്, അതായത് പ്രസാദത്തിൻ്റെ മഹിമ ഈ ലോകം, എനിക്ക് തോന്നുന്നു ലോകം മൊത്തവും ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. അത്രയ്ക്ക് ഒരു പേരുകേട്ട ഒരു ക്ഷേത്രമാണ് കൃഷ്ണബൽറാം. ഈ കൃഷ്ണബൽറാമിൻ്റെ അനുഭവങ്ങളും നമുക്ക് ഒരുപാടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ കണ്ടു വന്ന് നമസ്കരിക്കുമ്പം നമ്മുടെ മനസ്സിലുള്ള ഒരു പകുതി ഭാരം, പകുതി വിഷമം, നമുക്ക് ആരോ ഒക്കെ കൂട്ടിനുണ്ടെന്നുള്ള ഒരു അനുഭവം, നമുക്കൊരു വിചാരം നമുക്ക് വരുന്നുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇവിടെ എത്തുന്നവർക്ക് പ്രാർത്ഥനയിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും ആത്മീയ അനുഭവം കൈവരിക്കാൻ കഴിയും. ദൈനംദിന ജീവിതത്തിലെ സംഘർഷങ്ങളിൽ നിന്ന് മാറി ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള അവസരമാണ് ഈ കേന്ദ്രം നൽകുന്നത്. ഇസ്കോണിൽ ഒരിക്കലും വിരസമായ ഒരു നിമിഷം ഉണ്ടാകില്ലെന്ന് പറയാം. അന്നദാനം, പുസ്തക വിതരണം, ദേവതാരാധന, ഭവന പരിപാടികൾ, ആത്മീയ ക്ലാസുകൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളിൽ ഭക്തർ സ്വമേധയാ ഏർപ്പെടുന്നു. ഇത് ഒരു മതസംഘടനയായി മാത്രം ചുരുങ്ങുന്നില്ല, മറിച്ച് ജീവിതം എങ്ങനെ സത്യസന്ധമായും സമാധാനപരമായും ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഒരു സമഗ്ര ആത്മീയ പ്രസ്ഥാനമായാണ് ഇസ്കോൺ ഇന്ന് സമൂഹത്തിൽ നിലകൊള്ളുന്നത്. ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിൻ്റെ ആരാധ്യനായ ഗുരുനാഥൻ്റെ അഭിപ്രായം അനുസരിച്ച്, അദ്ദേഹം കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ശ്രീല പ്രഭുപാദർ വിദേശത്ത് പോയി അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ ഉള്ള ജനങ്ങൾക്ക് ആദ്യം കൃഷ്ണബോധം മനസ്സിലാക്കിച്ചു കൊടുത്തു. എന്താണ് കൃഷ്ണനെന്നും ഭഗവത്ഗീത എന്താണെന്നും ഭാഗവതം എന്താണെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങൾക്കാണ് ആദ്യം ഇദ്ദേഹം പ്രചരിപ്പിച്ചത്. അവരെല്ലാം കൃഷ്ണബോധത്തിലേക്ക് കൊണ്ടുവന്നു, ശിഷ്യഗണങ്ങളായി കൊണ്ടുവന്നു. അവരെ കൊണ്ട് ലോകവ്യാപകമായിട്ട് ജർമ്മനി, കാനഡ, റഷ്യ, അമേരിക്ക തുടങ്ങി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഈ ശിഷ്യഗണങ്ങളുമായിട്ട് പോയി അവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ കൃഷ്ണബോധം പറഞ്ഞു കൊടുത്തു. അവരെല്ലാം ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഏകദേശം ഒരു 12 വർഷം കൊണ്ട് അദ്ദേഹം ലോകവ്യാപകമായിട്ട് തന്നെ ധാരാളം ശിഷ്യഗണങ്ങളും ഡിവോട്ടീസുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ശിഷ്യഗണങ്ങളെല്ലാം അവരെല്ലാം ഈ ജ്ഞാനത്തിൽ അടിസ്ഥിതമായി. അവർക്കെല്ലാം വളരെ സന്തോഷകരമായിട്ട് അവർ ഇവിടെ വരുമ്പോഴത്തേക്കും അമ്പലത്തിലും അവരൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാരെ എല്ലാം തന്നെ അവരെല്ലാം ഞങ്ങൾ ഗുരുക്കന്മാരായിട്ടാണ് ഞങ്ങൾ വച്ചേക്കുന്നത്. അപ്പോൾ പക്ഷേ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളും മുസ്ലിംസും ഒക്കെയാണ്. പക്ഷേ എങ്കിലും കൃഷ്ണബോധത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ നമ്മുടെ ശ്രീല പ്രഭുപാദരുടെ ശിഷ്യനായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല. അവർ തമാശ രൂപേണ പറയാറുണ്ട്, ക്രിസ്ത്യൻ ഹരേ രാമ ഹരേ കൃഷ്ണ. അപ്പം ഇതൊരു തമാശ രൂപേണ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ട ഒരു വിവരമാണ്. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അവർ കൃഷ്ണബോധത്തിന് അഡിക്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്നേ പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഡിവോട്ടീസ് ഇവിടെ പള്ളിച്ചെല്ലും വരാറുണ്ട്. ഈ അമ്പലത്തിൽ ഇവിടെ പ്രതിഷ്ഠ കൃഷ്ണനും ബലരാമനാണ്, കൃഷ്ണ ബലരാം എന്ന് പറയും.
അതുപോലെ തന്നെ ഈ കലിയുഗത്തിൽ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായിട്ട് ജന്മം കൊണ്ടു കൽക്കട്ടയിൽ. എന്നിട്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നു. ചൈതന്യ മഹാപ്രഭു കേരളത്തിൽ വന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പാദം വെച്ച് പൂജിക്കുന്നുണ്ട്. തിരുവട്ടാർ അമ്പലത്തിൽ അദ്ദേഹത്തിൻ്റെ പാദം വെച്ച് പൂജിക്കുന്നുണ്ട്. അങ്ങനെ വളരെ വിശേഷമാണ് ഈ കൃഷ്ണാവബോധം. ഇത് ശരിക്കും ലോകവ്യാപകമായിട്ട് ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞ അനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിൽ നിങ്ങൾ കൃഷ്ണബോധം പ്രചരിപ്പിക്കാൻ നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൃഷ്ണനെപ്പറ്റി അറിയാം. അവരൊക്കെ പറയും നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വിദേശത്ത് പോവുക. വിദേശത്തുള്ളവർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത്. അവർ ഫ്രഷായിട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. ഗ്രഹിച്ച് കഴിയുമ്പോഴത്തേക്കും ആ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ആ വാക്ക് അങ്ങനെ തന്നെ ചെവിക്കൊണ്ടുകൊണ്ട് ആണ് വിദേശത്തേക്ക് പോയത്. പക്ഷേ വിദേശത്തുള്ളവർ അങ്ങനെ തന്നെ അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ഒരിക്കലും നമ്മെപ്പോലുള്ള ഒരു സാധാരണ നമ്മളെ മനുഷ്യർക്കൊന്നും ഇത് ഇങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ താമസിക്കാൻ സൗകര്യം, എങ്ങനെ ആഹാരം എങ്ങനെ കിട്ടും, ഇതൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ച് വിഷയമേ ആയിരുന്നില്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഈ കർമ്മങ്ങളെല്ലാം തന്നെ മംഗളമായി നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഭാരതത്തിലേക്ക് വന്നത്. നരസിംഹമൂർത്തി ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് നരസിംഹമൂർത്തിയായിട്ട് അവതാരം കൊണ്ടതും ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ കലിയുഗത്തിൽ അവതാരം കൊണ്ടും. കൽക്കട്ടയിലാണ് അദ്ദേഹം അവതാരം കൊണ്ടും. നാമരൂപത്തിലാണ് അദ്ദേഹം ഭഗവാൻ കൃഷ്ണൻ നാമരൂപത്തിലാണ് ചൈതന്യ പ്രഭുവായിട്ട് അവതരിച്ചത്. എന്നിട്ട് നമ്മൾ കേരളത്തിൽ വന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം എന്താണ് ഈ നാമജപം, ഹരിനാമം എന്താണ്, എന്തിന് നമ്മൾ ഹരിനാമം ജപിക്കണം, എന്തുകൊണ്ട് നമ്മൾ എണ്ണി ഹരിനാമം ജപിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാവരും ഭഗവാനെ സേവനത്തിലേക്ക് വരണം. ഈ വരുന്ന 16, 17, 18 തീയതികളിലൊക്കെ ഇവിടെ ഉത്സവമാണ്, ബ്രഹ്മോത്സവമാണ്. ഇവിടെ ഈ അമ്പലം പണിതിട്ട് 9 വർഷം ആവുകയാണ്. 9ാമത്തെ വർഷത്തെ ബ്രഹ്മോത്സവമാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന ജനുവരി മാസം 16, 17, 18 തീയതികളിൽ. പല ഭാഗങ്ങളിലും, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും അന്നേ ദിവസം ഈ 3 ദിവസങ്ങളിലും ധാരാളം ആൾക്കാർ ഇവിടെ വരും. മുൻ വർഷങ്ങളിലെല്ലാം ഇതുപോലെ തന്നെയാണ്. ധാരാളം 10,000, 2,000, 4,000, 5,000 ആൾക്കാർ വരെ ഇവിടെ വരും. ഈ വർഷമാണെന്നുണ്ടെങ്കിൽ ഗവർണർ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നിരുന്നു. അതുപോലെ തന്നെ മറ്റ് സ്വാമിജിമാർ ജപ്പാനിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള സ്വാമിജിമാരെല്ലാം വരും. അങ്ങനെ എല്ലാ സ്വാമിജിമാരും വന്ന് ജനങ്ങൾക്ക്, ഇവിടുത്തെ ഡിവോട്ടീസിന് വളരെ വളരെ അനുഗ്രഹം ചൊരിയുന്ന ഒരു അവസരമാണ് ബ്രഹ്മോത്സവം എന്ന് പറയുന്നത്. അതെല്ലാ ജനങ്ങളും ആ ആഗ്രഹത്തോടു കൂടി തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രസാദം കഴിക്കാനും ഇത്തരത്തിലുള്ള സ്വാമിജിമാരെ ദർശിക്കാനും അവരുടെ അനുഗ്രഹം സ്വീകരിക്കാനുമായിട്ടൊക്കെ ഇവിടെ വരാറുണ്ട്. ഇത് ഒരു 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 വലിയ ചൈതന്യമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹ വർഷമാണ് ഈ രൂപത്തിൽ ഈ അമ്പലത്തിൽ നടമാടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അടുത്തൊരു ക്ഷേത്രക്കാഴ്ചയുമായി വീണ്ടും കാണാം. സാഗ് ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ അതുല്യ.